ബേക്കറിയിൽ ചില്ലുകൂട്ടിലൊക്കെ ഇരിക്കുന്ന റവ ലഡു ഉണ്ടല്ലോ, അത് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അധിക ചിലവൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ റവ ലഡു ചെയ്തെടുത്തിരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റവ ലഡു എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നതും കശുവണ്ടിയും മുന്തിരിയും ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. വറുത്ത് കോരിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണേ. നമുക്ക് നാളികേരം ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് 1 കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരം ചേർത്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുവേ. ചില റവ നല്ല വലിപ്പമുള്ള റവയായിരിക്കും. അങ്ങനെ വലിപ്പമുള്ള റവയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ഏലക്ക പൊടി കൂടി. ഓരോരുത്തരും മധുരത്തിന് അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട്. പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവുകയെ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. തണുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് പാകമായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാവർക്കും നെയ്യുടെ മണം ഇഷ്ടമാവണമെന്നില്ല. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഞാനൊരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തണുത്ത് വരേണ്ട ആവശ്യമില്ല. ചെറു ചൂടോട് കൂടിയാണ് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. പാല് അല്പമായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലത്തെ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞു വരുവേ. ഇനി നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണേ. എന്നിട്ട് ഇതുപോലെ ബോളുകളാക്കിയെടുക്കാം. നല്ല ടൈറ്റായി തന്നെ നമ്മൾ ബോളുകളാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. എല്ലാമെന്ന് വെച്ചാൽ ലഡു പെട്ടെന്ന് പൊട്ടിപ്പോകുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റായിട്ടുള്ള റവ ലഡു റെഡി ആയിട്ടുണ്ട്. ഈ ലഡു തണുത്ത് വന്നതിന് ശേഷം നമ്മൾ എയർ ടൈറ്റുള്ള ഒരു കുപ്പിക്കകത്താക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് ഇതും കൂടെ ഒരു കട്ടനും കൂടി കൊടുക്കുകയെന്ന് വെച്ചാൽ അവരുടെ വയറും നിറഞ്ഞോളും, നമ്മളുടെ മനസ്സും. ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ.